Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Good afternoon. Okay. ആരോടൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ട്ടാ. ഓക്കെ, കഴിച്ചു അല്ലേ? ഓക്കെ, കഴിച്ചു, ഞാനും കഴിച്ചു. ഓക്കെ, കഴിച്ചു ട്ടാ ഫാത്തിമ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും മെയിൻ ക്ലാസ്സിൽ കയറിക്കോളൂ. പയ്യെ തുടങ്ങാം. തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്തേ. അപ്പോ രക്ഷിത ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിനെ പഠിച്ചുള്ളൂ, വളരെ കുറച്ചേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലേ? ലബോറട്ടറിനെ നമ്മൾ NABL ബേസ് ചെയ്തിട്ടുണ്ട്. ലബോറട്ടറി നമ്മൾ 4 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ? സ്മോൾ സൈസ്ഡ്, പിന്നെ എന്തായിരുന്നു? മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, അതുപോലെ തന്നെ വെരി ലാർജ് സൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ NABL ബേസ് ചെയ്തിട്ട് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളത് പഠിക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് മെസ്സേജ് കണ്ടില്ല. പോളിസി എന്ന് പറയാമോ? ഓക്കെ വിജയ്. പോളിസി അല്ലെ? ആ പോളിസി പറയാട്ടോ. അപ്പൊ നമ്മള് ഇന്നലെ എടുത്ത ഭാഗങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു NABL ബേസ് ചെയ്തിട്ട് NABL ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടത് NABL ബേസ് ചെയ്തിട്ട് നമ്മളെ ലാബുകളെ 4 ഡിവൈഡ് ചെയ്തത് അല്ലെ? സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എത്ര സാമ്പിളുകളാണ്, അതിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ പ്രതിദിന കണക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിലെ എക്യുപ്മെന്റിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ? നമ്മളവിടെ എക്യുപ്മെന്റുകൾ, ഒരു ലാബിനകത്ത് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ലാബിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ 3 നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞത് വരെ അതുവരെ നമ്മൾ കൂടുതലും എന്താണ്? NABL ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അങ്ങനെ പറയാം, നാഷണൽ ബോർഡ് ഫോർ അക്രഡിറ്റേഷൻ, നാഷണൽ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. NABL അല്ലെ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. കിട്ടിയോ? ചോദിച്ച ആൾക്ക് കിട്ടിയോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മള് പോളിസികളും പ്രൊസീജിയറുകളാണ്, അതിന്റെ 3 പോളിസികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. അതായത് ഒരു ലാബിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് തൊട്ട് അതിന്റെ ആ ഒരു റിസൾട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള ഏതാനും പ്രൊസീജിയറുകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ പോളിസി, ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? സാമ്പിൾ ലാബറിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ അല്ലെ? സാമ്പിൾ ലാബറിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. അതിനകത്ത് നമ്മൾ പറഞ്ഞു 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സാമ്പിൾ നമ്മൾ ലാബിൽ ചെയ്തിരിക്കണം.
ഇപ്പൊ നമ്മൾ വാങ്ങുന്ന സമയത്ത് സാമ്പിള് വാങ്ങുന്ന സമയത്ത് അയാളുടെ പേര്, അയാളുടെ വയസ്സ്, അല്ലെ? അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഏതെങ്കിലും 2 യൂണീക്ക് ആയിട്ട് ഐഡന്റിഫയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സാമ്പിള് ലാബിൽ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, ബാർകോഡ് ഉപയോഗിച്ചുള്ള ലാബിലിംഗ് ആണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. കാര്യം എന്താണ്, ഒത്തിരി എററുകൾ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ലേബലിങ്ങിനെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങള്, ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പേഷ്യന്റിന്റെ പേര് വേണം, പിന്നെ ജെൻഡർ, അല്ലെ? ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. അതുകൂടാതെ പേഷ്യന്റിന്റെ ID നമ്പർ ഉണ്ടായിരിക്കണം. എന്തെല്ലാം ടെസ്റ്റുകളാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സാമ്പിൾ ഉപയോഗിച്ച് എന്തൊക്കെ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് ലാബ് ചെയ്ത് വെക്കണം, അല്ലെ? പിന്നെ എന്ത് വേണം, ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ടൈമും ഡേറ്റും അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കണം. അത്ര മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് അതായിരുന്നു. രണ്ടാമത്തത് പ്രൊസീജിയർ എന്താണ്, റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം, അതായത് അഭ്യർത്ഥന ഫോം ആണ്, അല്ലെ? ആരാണ് അഭ്യർത്ഥന ഫോം ഫിൽ ചെയ്യുന്നത്, ഫിനിഷ് ചെയ്യുന്നത് ആരാണെന്നാ പറഞ്ഞത്? ഒരു ഡോക്ടറാണ്, അല്ലെ? ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹെൽത്ത് വർക്കർ ആയിരിക്കും ആ ഒരു റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത്, അല്ലെ? നമുക്കറിയാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു രോഗി എന്ത് ചെയ്യുന്നത്, ലാബിനകത്ത് പോകുന്നത്, പരിശോധനയ്ക്ക് വിധേയമാകുന്നത്, അല്ലെ? അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, ഇയാൾക്ക് വേണ്ട ടെസ്റ്റുകൾ കൃത്യമായിട്ട് എഴുതി ഇയാളോടൊപ്പം അല്ലെങ്കിൽ സ്പെസിമെന്റെ കൂടെ എവിടേക്ക് അയാളെ പറഞ്ഞേക്കാണ്, ലാബിനകത്തേക്ക് പറഞ്ഞേക്കാം, അല്ലെ? അപ്പൊ ആ ഒരു റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത് ഒരു ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കർ ആയിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞത് റിക്വസിഷൻ ഫോമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം, ഏജ് ഉണ്ടായിരിക്കണം, അയാൾ എവിടെന്നാ വരുന്നത്, ലൊക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ടൈമും ഡേറ്റും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. എന്തെല്ലാം ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് പറയണം. പിന്നെ സോഴ്സ് ഓഫ് സാമ്പിൾ, അതായത് എന്ത് സാമ്പിൾ ആണ് കളക്ട് ചെയ്യുന്നത്, ടെസ്റ്റിങ്ങിന് വേണ്ടി ടിഷ്യൂ ആണോ, ബ്ലഡ് ആണോ, യൂറിൻ ആണോ, സെല്ലാണോ എന്നുള്ള ആ ഒരു സോഴ്സ് ഓഫ് സാമ്പിളും ആ ഒരു റിക്വസിഷൻ ഫോമിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ശരിക്കും അതിൽ പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഏത് ഡോക്ടർ ആണെന്നുള്ളതിന്റെ രേഖ അതും കൂടെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. കാരണം പല ഡോക്ടേഴ്സ് പലരും പ്രിസ്ക്രൈബ് ചെയ്ത് വിടുന്നുണ്ടാവും. അപ്പൊ ഏത് ഡോക്ടർ ആണ് അവരെ കൺസൾട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ശരിക്കും ആ റിക്വസിഷൻ ഫോമിനകത്ത് രേഖപ്പെടുത്തുന്നത്. അതൊക്കെ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. റിക്വസിഷൻ ഫോം ചെയ്യുന്നു, സാമ്പിൾ അവിടേക്ക് എത്തുന്നു. പിന്നെ എന്താ സംഭവിക്കാം, അടുത്തൊരു പ്രൊസീജിയർ എന്താണ്, സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഒന്നില്ലെങ്കിൽ സാമ്പിളുകൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടാം, സ്വീകരിക്കാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യപ്പെടാം. 2 സാധ്യതകളുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, ഈ ഒരു ലാബിനകത്തേക്ക് വരുന്ന സാമ്പിളുകളെല്ലാം പരിശോധന യോഗ്യമാണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പരിശോധനാ യോഗ്യമാണോ എന്ന് പറയാൻ കാരണം, വരുന്ന സാമ്പിളുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ വരുന്നത്, അല്ലെ? ചിലർ സ്റ്റെറിലൈസ് ചെയ്യാത്ത ചില ബോട്ടിലൊക്കെ സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അത് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെ? അപ്പൊ ഒരു സ്യൂട്ടബിൾ കണ്ടെയ്നറിലാണോ സാമ്പിൾ കൊണ്ടുവരുന്നത്, അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള വോളിയം, ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇനി അഥവാ അത് അല്ലാന്നുണ്ടെങ്കിൽ, അത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ സാമ്പിളുകൾ നമുക്ക് റിജക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ റിജക്ഷനുള്ള കാരണങ്ങൾ, അതിപ്പോൾ സാമ്പിൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും സാമ്പിൾ റിജക്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ കാര്യകാരണ സഹിതം കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് മാത്രമല്ല, ഈ ഒരു സാമ്പിൾ നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആ വിവരം നമ്മൾ ആ പേഷ്യന്റിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ അറിയിക്കുകയും വേണം. എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്, ആ ഒരു റീകളക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള റീസൺ എന്ത് ചെയ്യണം, പേഷ്യന്റിനെ അറിയിക്കണം. പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന പേഷ്യന്റ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ ഇൻഫോം ചെയ്യും. അത്രയും കാര്യങ്ങളാണ് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി 4ാമത്തെ തൊട്ടാണ് നമുക്ക് പറയേണ്ടത്. 4ാമത്തെ എന്താണ്, ലബോറട്ടറി റെക്കോർഡ്. എന്താണ് ലബോറട്ടറി റെക്കോർഡ്? എന്താണ് 4ാമത്തെ പറയുന്ന ലബോറട്ടറി റെക്കോർഡ്? അതിനകത്ത് എന്തൊക്കെ പോയിന്റുകളാണ് പറയുന്നത്? ഒന്നാമത്തത്, all the released laboratory reports should be stored as per the national regulator needs. എന്താണ്, അതായത് ഈ പറയുന്ന എല്ലാ ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും, ടെസ്റ്റ് റിപ്പോർട്ടുകളും ഈ പറയുന്ന നാഷണൽ റെഗുലേറ്റീവ് നീഡ്സ് പ്രകാരം, അതായത് ദേശീയ ഈ പറയുന്ന സുരക്ഷാ ആവശ്യകതകൾ പ്രകാരം
ഈ ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിസൾട്ടുകളും എല്ലാ റിപ്പോർട്ടുകളുടെയും എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം ലാബിനകത്ത്. മനസ്സിലായല്ലോ? അതായത് ഒരു ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടിന്റെയും ഒരു കോപ്പി മസ്റ്റ് ആയിട്ടും എന്താണ് ആ ഒരു ലാബിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അതും എന്തിനനുസരിച്ച് കൊണ്ടാണ്? ആസ് പെർ ദ നാഷണൽ റെഗുലേറ്ററി നീഡ്സ്, അല്ലെ? ഈ പറയുന്ന ദേശീയ സുരക്ഷാ ആവശ്യകതകളുടെ പ്രകാരം അതിന് ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളുടെ ഒരു കോപ്പി മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. പല ആവശ്യങ്ങൾക്കാണ്. ഇപ്പൊ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ കാര്യങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു എവിഡൻസ് ആയിട്ട് ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ടുകൾ എന്ത് ചെയ്ത് വെക്കുന്നത്, ലാബിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തത് ദ റെക്കോർഡ്സ് ക്യാൻ ബി കെപ്റ്റ് ആസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യണം, ഈ നാഷണൽ റെഗുലേറ്ററി നീഡ്സ് പ്രകാരം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതിനെ പറ്റിയാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. The records can be kept as physical copies as instrument printouts, that means bracketed photocopies, or electronically. Electronically എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ LIS or HIS. അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്? ഇപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒന്നില്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് ഫോട്ടോ കോപ്പീസ് ആയിട്ട്, അതായത് ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്തില്ലേ എന്നതുപോലെ ആ ഒരു റിസൾട്ട് ഫോട്ടോ കോപ്പി എടുത്ത് ആ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് ഫിസിക്കൽ കോപ്പീസ് എന്നാണ് പറയാം. അതല്ലാതെ ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സോഫ്റ്റ്വെയറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, LIS ഉം HIS. എന്താണ് LIS ഉം HIS ഉം? എന്താണ് LIS എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാം കേട്ടോ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. LISന്റെ ഫുൾ ഫോം എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം LISന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. എന്താണ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതേ പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് അല്ലെ, ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് വന്നിട്ട് ഈ ലാബിലെ പ്രൊസീജിയറുകളും അതുപോലെ തന്നെ അവിടുത്തെ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലാബ് റിസൾട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുന്ന ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ആണ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അതിനകത്ത് എന്താണ് ഓരോ രോഗിയുടെയും ഈ ലാബ് സംബന്ധമായിട്ടുള്ള, അതായത് ലാബിന്റെ ആ ഒരു ടെസ്റ്റിങ്ങും അവിടെ നടക്കുന്ന പ്രൊസീജിയറുകളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ രോഗിയുടെയും വിവരങ്ങൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് LIS എന്ന് പറഞ്ഞത് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലബോറട്ടറി ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ ആണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തതാണ് HIS ഉണ്ട്. എന്താണ് HIS എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം കേട്ടോ. രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളൂ. HIS എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം. രണ്ടും ശരിയാണ് കേട്ടോ, രണ്ടും ശരിയാണ്. അപ്പൊ എന്തായിരിക്കും ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ശരിക്കും കേട്ടോ. കോംപ്രിഹെൻസീവ് കുറെ കൂടെ സമഗ്രമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെന്ന് പറഞ്ഞാല് ആ ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന്റെ അപ്പോയിന്റ്മെന്റിന്റെ ഷെഡ്യൂളിങ്ങും അതുപോലെ തന്നെ ബില്ലിങ്ങും പിന്നെ പറയുന്ന ഇൻഷുറൻസും അങ്ങനെ ആ ഒരു എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതും അങ്ങനെ ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എന്താ പറയുക സിസ്റ്റമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അയാളുടെ ട്രീറ്റ്മെന്റ് അയാളുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും HIS ഉണ്ടാവും. LIS എന്ന് പറയുന്ന പേരിൽ തന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ്. അപ്പൊ അവിടെ രോഗിയുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അത് LIS. HIS എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. അതിലെന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സൈഡുകളും എല്ലാ ആസ്പെക്ടുകളും അതിനകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഇലക്ട്രോണിക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അത് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞിട്ട്? അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് ഇതാണ്, അതായത് ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും
എന്തിന് വിധേയമായി സൂക്ഷിക്കണം നമ്മള് നാഷണൽ റെഗുലേറ്ററി നീഡ്സ് പ്രകാരം ലാബിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ കണ്ടത് എങ്ങനെ അത് സ്റ്റോർ ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒന്നെങ്കിൽ ഫിസിക്കൽ കോപ്പീസ്, ദാറ്റ് മീൻസ് ഒരു പ്രിന്റ് ഔട്ട് ആയിട്ട് എടുത്ത് അങ്ങനെ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്കലി സൂക്ഷിക്കാം, ദാറ്റ് മീൻസ് LISO HASO ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം പറയാണ് യൂസ് ഓഫ് LIS. നമ്മളിപ്പോ പറഞ്ഞ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. വേറൊരു പേരും കൂടി പറയാം, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ നോക്കുക, യൂസ് ഓഫ് LIS സിസ്റ്റം enables a laboratory to track the specimens from receipt, processing, testing and reporting to storage. ചുരുക്കി പറഞ്ഞാല് ഈ ഒരു ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു ലാബിന് ഈ പറയുന്ന സ്പെസിമെൻസുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് തൊട്ട്, അത് റിസീവ് ചെയ്യുന്നത് തൊട്ട്, പിന്നെ അതിന്റെ പ്രോസസ്സിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഫൈനൽ എന്താണ് അതിന്റെ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, റിസൾട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്പെസിമെനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് LIS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ, യൂസ് ഓഫ് LIS enables a laboratory to track the specimens. കേട്ടോ, സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എവിടെ ഫ്രം റിസീപ്റ്റ്, പ്രോസസിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്. അല്ലെ, ആ സാമ്പിൾ റിസീവ് ചെയ്യുന്നത് തൊട്ട് അതിന്റെ ടെസ്റ്റിങ്ങും അതിന്റെ നടപടിക്രമങ്ങളും ഫൈനൽ എന്താണ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ അവിടെ വരെ ആ സ്പെസിമെനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് LIS എന്ന് പറയുന്നത്. ഇത്രയുള്ള 4 പ്രൊസീജിയേഴ്സുകൾ ക്ലിയർ ആയോ? അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് സാമ്പിൾ ഹാൻഡലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആണ്. അത് ഫിനിഷ് ചെയ്യുന്നത് ഒരു ഡോക്ടർ ആണ്, അല്ലെങ്കിൽ അത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹെൽത്ത് വർക്കർ ആണ്. റിക്വസിഷൻ ഫോമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ പറഞ്ഞിട്ടാണ്, അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓഫ് റിജക്ഷൻ ആണ്. ഒന്നെങ്കിൽ സാമ്പിൾ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യപ്പെടാം. അപ്പൊ വരുന്ന സാമ്പിളുകൾ പരിശോധന യോഗ്യമാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ റിജക്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ സാമ്പിളുകളിലും കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അവിടെ സൂക്ഷിച്ചിരിക്കണം. ഇനി റിജക്ട് ചെയ്യുമ്പോൾ അത് വെറുതെ റെക്കോർഡ് ചെയ്താൽ പോലെ എന്ത് കാരണം കൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത് കാര്യകാരണ സഹിതം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് മാത്രമല്ല, റിജക്ട് ചെയ്യാനുണ്ടായ കാര്യം ആ ഒരു ബന്ധപ്പെട്ട പേഷ്യന്റിനെയും ഡോക്ടറിനെയും ഇൻഫോം ചെയ്യണം, അറിയിക്കണം. റീകളക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് അവരറിയിക്കണം. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞത് ലബോറട്ടറി റെക്കോർഡാണ്. നമ്മൾ പറഞ്ഞു ഇത്തരം റെക്കോർഡുകൾ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് ഈ നാഷണൽ റെഗുലേറ്ററി നീഡ്സ് പ്രകാരം എല്ലാ ലബോറട്ടറി റിപ്പോർട്ടും അവിടെ സ്റ്റോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2 രീതിയിൽ സ്റ്റോർ ചെയ്യാം, ഫിസിക്കൽ കോപ്പീസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യാം. ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ LIS or HAS. LIS ഞാൻ പറഞ്ഞു പേഷ്യന്റിന്റെ ലബോറട്ടറി റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്. HAS എന്ന് പറയുമ്പോൾ കുറേയും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫുൾ ഫോം പഠിച്ചു വെക്കുക. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റമും ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ LISന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് പറയുന്നത്? LISന്റെ അഡ്വാൻറ്റേജ് എന്താ? അങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിമെൻസിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ലാബിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതിലോട്ട് പോകാം നമുക്ക്. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലബോറട്ടറി റെക്കോർഡിനെ പറ്റി നമ്മൾ പറയും. അല്ലെ, ഈ ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യം, കുറച്ച് അധികം കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ കൂടുതൽ വരും, പക്ഷെ അതിൽ ചിലത് മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുന്ന അത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇതാണ് ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിക്വസ്റ്റ് ഫോംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, റിക്വസിഷൻ ഫോം നിർബന്ധമായിട്ട് അതിൽ ഉൾപ്പെടുത്തണം. കാര്യം ഒരു ഹെൽത്ത് വർക്കറോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഫിനിഷ് ചെയ്യുന്ന റിക്വസ്റ്റ് ഫോം ലബോറട്ടറി റെക്കോർഡിന്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തത്
റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്. അത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിസൾട്ടിന്റെയും ആ ഒരു റിപ്പോർട്ടിന്റെ ഇത് അവിടെ മസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. സോ റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ് കേട്ടോ, റിപ്പോർട്ടുകളുടെ ആ ഒരു കോപ്പികൾ, ആ റിസൾട്ടിന്റെ കോപ്പികൾ അവിടെ ആ ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്. ദാറ്റ് മീൻസ് നമ്മൾ റിലീസ് ചെയ്യുന്ന റിസൾട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെന്താണ് ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക്ഷീറ്റ്സ്. ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക്ഷീറ്റ്സ് അപ്പൊ എന്തായിരിക്കും, ആ ലബോറട്ടറിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, പ്രൊസീജിയേഴ്സ്, പരിശോധനകള്, അങ്ങനെ എല്ലാം അവിടെ ചെയ്യുന്ന എല്ലാ എക്സ്പെരിമെന്റിന്റെയും ഡീറ്റെയിൽസ്. ഓക്കെ, അത് ഡേ ടു ഡേ, അതായത് ഡെയിലി നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുകളുടെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ, പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കും. അതാണ് വർക്ക് ബുക്ക്, വർക്ക് ഷീറ്റ്. അതായത് ആ ഹോസ്പിറ്റലിൽ ആ ലാബിനകത്ത് എന്തെല്ലാം വർക്കുകളാണ് ഡേ ടു ഡേ നടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളുടെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, എന്തൊക്കെ സാമ്പിൾസ് വരുന്നുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ വർക്ക് ബുക്കിനകത്ത്, വർക്ക് ഷീറ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു വർക്ക് ബുക്കും വർക്ക് ഷീറ്റും ഇതിനകത്ത് ഉണ്ടായിരിക്കണം, ലബോറട്ടറി റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നതാണ് ലബോറട്ടറി രജിസ്റ്റേഴ്സ്. പലതരത്തിലുള്ള രജിസ്റ്ററുകൾ ഉണ്ട്. അതായത് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, യൂട്ടിലൈസേഷൻ രജിസ്റ്റർ ഉണ്ടായിരിക്കും, കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഒരു ലാബുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം പല ടൈപ്പ് രജിസ്റ്ററുകൾ അടങ്ങുന്നതാണ് ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും, നമുക്ക് സാധനങ്ങളുടെ ആ സ്റ്റോക്കിനെ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഉണ്ടായിരിക്കും. മെയിൻ്റെനൻസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്യുപ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ നടത്തണം എന്ന് പറഞ്ഞു, അതിന്റെ രജിസ്റ്ററുകൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. യൂട്ടിലൈസേഷൻ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ, എന്തെല്ലാം എക്യുപ്മെന്റ്സുകളോടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, നമുക്കറിയാം ലാബ് പരിശോധനയ്ക്കായിട്ട് നമ്മൾ പല കെമിക്കൽസ്, റിയേജൻസുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് എല്ലാം അടങ്ങുന്നതാണ് ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനടുത്ത് ഉണ്ടായിരിക്കും, ലബോറട്ടറി റെക്കോർഡിനകത്ത് ഇത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ റെക്കോർഡ്സ്, കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിരുന്നു, ഉപകരണങ്ങളുടെ കൃത്യത സ്ഥിരീകരിക്കുക അല്ലെ, കാലിബ്രേറ്റ് ചെയ്യണം. കാര്യം എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് സമയങ്ങളിൽ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അത് ടെസ്റ്റിന്റെ റിസൾട്ടിനെ ബാധിക്കും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് കാലിബ്രേഷൻ റെക്കോർഡ്സുകൾ സൂക്ഷിക്കണം. അതായത് എപ്പോഴൊക്കെയാണ് അതിന്റെ ആ ഒരു കാലിബ്രേഷൻ നടത്തിയിട്ടുള്ളത്, അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആരാണ്, അതിന്റെ ആ ഒരു ടൈം, ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന ആ ഒരു റിസൾട്ട് റിലീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റെക്കോർഡ്സ് കാര്യങ്ങൾ കേട്ടോ. എന്താണ് റെക്കോർഡ് എന്ന് ചോദിക്കില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ലബോറട്ടറി റെക്കോർഡിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. പിന്നെ വരുന്നത് QC റെക്കോർഡ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോളിനകത്ത് കേട്ടോ, C കൺട്രോൾ ആണ് ഇവിടെ, ക്വാളിറ്റി മാനുവൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. മാനുവൽ വെക്കുക, C ആണ്, C എന്ന് വെച്ചാൽ കൺട്രോൾ ആണ് കേട്ടോ, അങ്ങനെ എഴുതാം കേട്ടോ. QC റെക്കോർഡ്, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്. നമുക്കറിയാം ആ ടെസ്റ്റില് ക്വാളിറ്റി അഷ്വർ ചെയ്തിരിക്കണം അല്ലെ, ഗുണനിലവാരം ഉറപ്പാക്കണം. അപ്പൊ ആ ഒരു ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സുകൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ് ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ഇൻസിഡന്റ് ബുക്ക് നമുക്കറിയാം ഒരു ലാബാണ്, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആക്സിഡൻസുകളൊക്കെ സംഭവിക്കാം അല്ലെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കും, എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ലാബുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു ഇൻസിഡന്റ് ബുക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് ഓവർകം ചെയ്യാനായിട്ട് എന്ത് നടപടിയാണ്, എന്ത് കറക്റ്റീവ് മെഷേഴ്സ് ആണ്, എന്ത് കറക്റ്റീവ് ആക്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, അതിന്റെ റിപ്പോർട്ടൊന്നും അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇൻസിഡന്റ് ബുക്കും കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സും. ഓക്കെ, പിന്നെ വരുന്നത് സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. നമുക്കറിയാം ഒരു ലാബിലേക്ക് പല പല സപ്ലൈസ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ സ്റ്റോക്കുകൾ, ഗുഡ്സുകൾ, അവിടേക്ക് അവിടുന്ന് വരുന്നതും അവിടെ നിന്ന് പോകുന്നതുമായിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെ, ഗുഡ്സിന്റെ ഒക്കെ കൃത്യമായിട്ട് സ്റ്റോക്ക് കാർഡുകള്, സപ്ലൈ റെക്കോർഡ്സ് അല്ലെ. ഇഷ്ടംപോലെ എന്താ പറയാ ലാബിനകത്ത് ഒരുപാട് സപ്ലൈസ് അല്ലെ. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഐറ്റംസുകൾ, സിറിഞ്ചുകള്, നീഡിൽസുകള്,
സ്കാൽപ്പൽസ് അല്ലെ, അതുപോലെ തന്നെ ഫ്ലാസ്കുകള്, മറ്റു മെഷീനറീസ് അല്ലെ, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ സപ്ലൈ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് ഏത് ദിവസമാണ് സപ്ലൈ ചെയ്തത്, എപ്പോഴൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. സോ സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. പിന്നെ വരുന്നത് പേഴ്സണൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റാഫാണ്, അവിടുത്തെ ജീവനക്കാരാണ്. സോ പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് അതില് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സ്റ്റാഫ് ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. അതായത് ഇപ്പൊ സ്റ്റാഫുകൾക്ക് പരിശീലനങ്ങൾ കൊടുക്കും അല്ലെ, അപ്പൊ ആ സ്റ്റാഫിന്റെ ട്രെയിനിങ്ങിന്റെ, അതുപോലെ തന്നെ കോമ്പിറ്റൻസി റെക്കോർഡ്സ് അല്ലെ, അതായത് അവരുടെ ആ ഒരു പെർഫോമൻസ് അല്ലെ, അവരുടെ ഒരു പ്രകടനത്തിന്റെ ആ ഒരു കോമ്പിറ്റൻസിന്റെ റെക്കോർഡ്സുകള്, അതുപോലെ തന്നെ ഹെൽത്ത് റെക്കോർഡ്സ്, അവരുടെ ഈ പറയുന്ന ആരോഗ്യ റെക്കോർഡ്സുകളും കാര്യങ്ങളും, ഇതെല്ലാം അടങ്ങുന്നതാണ് പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ റെക്കോർഡ്, അപ്പൊ അവർക്ക് കൊടുത്ത പരിശീലനങ്ങൾ, അവരുടെ പ്രകടനത്തിന്റെ ആ ഒരു എന്താ പറയാ ലെവല്, പിന്നെ അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ്, ഇങ്ങനെയുള്ള പേഴ്സണൽ റെക്കോർഡ്സ്, സ്റ്റാഫ് റെക്കോർഡ്സുകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് കംപ്ലൈന്റ്സ് ആൻഡ് റെസൊല്യൂഷൻ അല്ലെ, ഈ ലാബുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില പരാതികള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പരാതികളും അതിന് കണ്ടെത്തിയിട്ടുള്ള പരിഹാരങ്ങളും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. പിന്നെ പറയുന്നത് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് അസറ്റ് ആണ് കേട്ടോ. അസറ്റ് എന്താണ്? ലാബിന്റെ അസറ്റ്, ആസ്തി അല്ലെ. ഇൻവെന്ററി, സ്റ്റോക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ലാബിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലാബിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ? ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, മെഷീനറീസ്, അതൊക്കെയാണ് ലാബിന്റെ അസറ്റ് അല്ലെ. ഇൻക്ലൂഡിങ് അവിടുത്തെ ജീവനക്കാരും അതിന്റെ ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇൻവെന്ററി ഓഫ് അസറ്റ്. പിന്നെ വരുന്നത് സേഫ്റ്റി മാനുവൽ ആണ് അല്ലെ, സുരക്ഷാ മാനുവൽ. ലാബാണ്, പല വിധത്തിലുള്ള റിസ്കുകൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള സുരക്ഷാ മാനുവല് ഉണ്ടായിരിക്കണം. നമ്മൾ തുടക്കമേ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം വേണ്ട സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സേഫ്റ്റി മാനുവൽസ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ബഡ്ജറ്റ്സ് ആണ്. ബഡ്ജറ്റ്സ് നമുക്കറിയാലോ, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലാബിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് ഇപ്പൊ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഒക്കെ ചെലവാക്കിയ പൈസയും ലാബിലേക്ക് വരുന്ന റവന്യൂ എത്രയാണ്, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ആ ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ലാബിന്റെ ഫിനാൻസ് കേട്ടോ, ലാബ് ലബോറട്ടറിയുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കണം. അതിന്റെ ബഡ്ജറ്റ് കേട്ടോ. പിന്നെ വരുന്നതാണ് SOPs. SOP നമ്മൾ പഠിച്ചതാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതെന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്? കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, ലാബിനകത്ത് എക്യുപ്മെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവിടുത്തെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ SOP ഫോമിൽ വേണം സൂക്ഷിക്കാനായിട്ട്. പറഞ്ഞില്ലേ ഇന്നലെ? ആ SOPs അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് വർക്ക് ലോഡ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട്സ് ആണ് കേട്ടോ. അതായത് എത്രമാത്രം വർക്ക് ലോഡ് ആ ലാബിനകത്ത് വരുന്നുണ്ട് അല്ലെ, വർക്ക് ലോഡ് കൂടുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട ലാബിന്റെ വർക്ക് ലോഡ്, അതിന്റെ സർവെയിലൻസ് റിപ്പോർട്ട്, നിരീക്ഷണ റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. മനസ്സിലായോ? ഇത് നമ്മൾ എന്തെന്ന് പഠിച്ചത്? ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിക്വസ്റ്റ് ഫോം വേണം, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട് വേണം, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് വേണം, ലബോറട്ടറി വർക്ക് ബുക്കുകൾ, വർക്ക് ഷീറ്റുകൾ വേണം, ലബോറട്ടറി രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, കാലിബ്രേഷൻ റെക്കോർഡ്സും കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്, ഇൻസിഡന്റ് ബുക്ക്, അതിനായിട്ട് എടുത്ത പ്രിവെന്റീവ് ആക്ഷൻ റെക്കോർഡ്സുകൾ, പിന്നെ സ്റ്റോക്ക് കാർഡ്, സപ്ലൈ റെക്കോർഡ്സ്, പിന്നെ സ്റ്റാഫുകളുടെ റെക്കോർഡുകൾ, പിന്നെ കംപ്ലൈന്റ്സ് ആൻഡ് റെസൊല്യൂഷൻ അല്ലെ, അവിടേക്ക് വന്നിട്ടുള്ള പരാതികൾ, അതിനെടുത്തിട്ടുള്ള പരിഹാരങ്ങൾ, പിന്നെ ഈ പറയുന്ന ഇൻവെന്ററി ലിസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലെ. ആ ഒരു ലാബിനകത്ത് എന്തെല്ലാം അസറ്റുകൾ ഉണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. സേഫ്റ്റി മാനുവല്, പിന്നെ ബഡ്ജറ്റ് ഡീറ്റെയിൽസ്, SOPs, വർക്ക് ലോഡ്സ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട്സുകൾ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഒക്കെയാണോ? ഒരു ലബോറട്ടറി റെക്കോർഡിനകത്തുള്ള കാര്യങ്ങൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് എന്താണ്? അസറ്റ് ആണ് കേട്ടോ. സ്റ്റോക്ക് എന്നൊക്കെ നമുക്ക് പറയാം.
സ്റ്റോക്ക് അഥവാ അസറ്റ്. അസറ്റ് എന്ന് വെച്ചാൽ ആസ്തി. ഒരു ലാബിന്റെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ആ ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ അവിടുത്തെ അസറ്റ് ആണ് അല്ലെ, ആസ്തിയല്ലേ. ആ ലാബിനകത്ത് ഉപയോഗിക്കുന്ന വലിയ വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, മെഷീനറീസുകൾ ഉണ്ട്. ചെറുത് മുതൽ വലിയത് വരെയുള്ള സംഭവങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഒരു സ്വിച്ച് ആയിക്കോട്ടെ, ഒരു ക്വാണ്ടിറ്റി ഫ്ലാസ്കോ ബീക്കറോ ടെസ്റ്റ് ട്യൂബോ എന്നത്തെ തൊട്ട് വലിയ വലിയ മെഷീനറീസ് വരെ ഒരു ലാബിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ ലാബിന്റെ എന്താണ്, ഇൻവെന്ററി ആണ് അല്ലെ, അവരുടെ അസറ്റ് ആണ്, ആസ്തിയാണ്. ഓക്കെ, ഇൻക്ലൂഡിങ് ആരും വരും ഇതിനകത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും അതിന്റെ അസറ്റ് ആണ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും അതിന്റെ അസറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ ആണ്? ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ലബോറട്ടറിയിലെ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അത് വളരെ എളുപ്പമാണ്, തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയുള്ള മേജർ ഭാഗങ്ങളാണ്. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ലാബ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ലാബിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് 5ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. SOPs ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, പറയുന്നില്ലേ? SOPs എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലേ. അപ്പൊ ക്ലാസ്സിൽ ഇടയ്ക്ക് മിസ്സായിട്ട് കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ. നമ്മൾ 2, 3, 4 പ്രാവശ്യം ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. SOPs എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ലാബിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഡിവിഷൻസ് കേട്ടോ, അത് ചെയ്യുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, പിന്നെ യൂറിൻ അനാലിസിസ്, ബ്ലഡ് കൗണ്ട്. അതിൽ ഓരോന്നിനും വരുന്ന സബ് ഡിവിഷൻസും അടങ്ങിയിട്ടുണ്ട്. പാത്തോളജിയിൽ ആരൊക്കെ വരുന്നു, മൈക്രോബയോളജിയിൽ ആരൊക്കെ വരുന്നു, ബയോകെമിസ്ട്രി ആരൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച ഹൈറാർക്കി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു ലാബിനകത്തുള്ള സ്റ്റാഫുകളുടെ ഹൈറാർക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ വേറൊരു ഡിവിഷനും നമ്മൾ പഠിച്ചു, NABL ബേസ് ചെയ്തുകൊണ്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ സാമ്പിളുകളുടെ എണ്ണം, പ്രതിദിന കണക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ പോളിസി പ്രൊസീജിയറുകൾ, 4 സ്റ്റെപ്പുകൾ, അത് ക്ലിയർ ആക്കാം. അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയാണ് മെയിൻ ഭാഗങ്ങൾ വരുന്നത്. ഇനിയുള്ളതൊക്കെ സേഫ്റ്റി, കുറച്ച് സിംബലുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് വായിക്കാൻ നമുക്ക്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് കേട്ടോ. ഇനി നമ്മൾ ലാബിന്റെ സുരക്ഷയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്ന വലിയ പോയിന്റുകളൊന്നുമല്ല, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നത് മാത്രം. വായിക്കാൻ നമുക്ക്. പേഴ്സണൽസ് ഹു ആർ വർക്കിംഗ് ഇൻ ലബോറട്ടറീസ് may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. ശരിയല്ലേ? അതായത് ഒരു ലാബിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെ, സ്റ്റാഫുകൾ, അവർക്ക് പല വിധത്തിലുള്ള റിസ്കുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ലേ? ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ പല പല കെമിക്കൽസ് ആയിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്റ്റീവ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, കാര്യം വരുന്നത് മുഴുവൻ എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിമെൻസുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ബ്ലഡ് ആയാലും യൂറിൻ ആയാലും അതുപോലെ സ്പ്യൂട്ടം ആയാലും എന്ത് തന്നെയാണെങ്കിലും എല്ലാം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആയിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. സോ അവർക്ക് അധികം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകൾ അവർക്കുണ്ട്. പിന്നെ എന്താണ്, ഫയർ ഡേഞ്ചർ, ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്ക് അല്ലെ. ഒരു ലാബ് ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്, തീപിടിക്കോ അല്ലെങ്കിൽ വല്ല വൈദ്യുതാഘാതോ അല്ലെങ്കിൽ വാതക ചോർച്ചയോ. കാര്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് പല കെമിക്കൽസും റിയേജൻസുകളൊക്കെ ലാബിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല റിസ്കുകളും ആർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അതുപോലെ the environment is also at risk of being contaminated by the dangerous materials used and waste generated in the laboratory. ആദ്യം നമ്മൾ പറഞ്ഞത് അവിടുത്തെ ജീവനക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കിനെ പറ്റിയാണ്. രണ്ടാമത് ഈ സെന്റൻസിൽ എന്താ പറയുന്നത്, ഒരു ലാബിന്റെ എൻവിയോൺമെന്റിന്, ഓക്കെ, ആ ഒരു ലാബിന്റെ അറ്റ്മോസ്ഫിയർ, അതിന്റെ എൻവിയോൺമെന്റിനും പല റിസ്കുകളും അതിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം എന്താണ്, ഈ ലാബിനടുത്ത് പല ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം കണ്ടാമിനേറ്റഡ് ആയിരിക്കും എന്ത്, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ.
പിന്നെ മാത്രമല്ല ഈ ലാബിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് വേസ്റ്റുകൾ, ഈ പറയുന്ന ഒത്തിരി വേസ്റ്റുകളൊക്കെ വരും അല്ലെ, ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ വരും, ഈ പറയുന്ന ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസിനൊക്കെ റിമൂവ് അത് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്പോസ് ചെയ്യുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ, പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും സാമ്പിളുകളൊക്കെ വേസ്റ്റ് വരും അല്ലെ. അതൊക്കെ എന്താണ് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അതിനും അതിൻ്റെതായ റിസ്കുകളുണ്ട്. ഓക്കെ, അപ്പോ എന്ത് വേണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പോളിസീസ് ഷുഡ് ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്സ്, ഡിസ്പോസൽ ഓഫ് ബയോ വേസ്റ്റ്, റിയേജൻസ്, ഷാർപ്സ് ആൻഡ് അതർ വേസ്റ്റ് evolved in the laboratory according to the local and the national regulations. അപ്പൊ ഇങ്ങനെ പല സുരക്ഷാ പ്രശ്നങ്ങളും റിസ്കുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പോളിസികൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ലാബിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പോളിസികൾ ഉണ്ടായിരിക്കണം. എന്തിനൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന ഷാർപ്പ്, അതായത് സിറിഞ്ചുകൾ, നീഡിലുകൾ, അങ്ങനെയുള്ള ഷാർപ്പ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ബയോ വേസ്റ്റുകൾ അല്ലെ. ബയോ വേസ്റ്റ് ഇങ്ങനെയുള്ള സ്പെസിമെൻസിന്റെ ഒക്കെ വേസ്റ്റുകൾ വരുന്നുണ്ട്, പലതരം റിയേജൻസുകളുണ്ട്. അങ്ങനെ ലാബിനകത്ത് ഇവോൾവ് ചെയ്യുന്ന എല്ലാ എന്താ പറയാ വേസ്റ്റുകളെയും റിമൂവ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരിക്കണം. അതും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻ. പ്രാദേശികമായിട്ടും നാഷണൽ ലെവലിലുമുള്ള ആ ഒരു റെഗുലേഷൻസിന് വിധേയമായിക്കൊണ്ട് തന്നെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഏതൊരു ലാബിനും മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, കാര്യം ഒരു ലാബ് ഒരു പ്രദേശത്ത് ഒരു ലൊക്കാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലോക്കൽ റെഗുലേഷൻസ് വരും. അപ്പൊ ലോക്കൽ ആയിട്ടുള്ള റെഗുലേഷൻസ് വരുമ്പോൾ അതിനും വിധേയമായിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വേസ്റ്റുകളും മറ്റും ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അത് കൂടാതെ അപ്പൊ കൃത്യമായിട്ടുള്ള പോളിസികൾ നമുക്ക് കൊണ്ടുവരാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ ദ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. പിന്നെ എന്താന്ന് വെച്ചാൽ ജീവനക്കാർക്ക് അവർക്ക് മുൻകരുതലുകൾ എടുക്കുന്നതിനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുക. അതും ഒരു സേഫ്റ്റിയുടെ ഭാഗമാണല്ലോ. ഇത്തരം ലാബിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട മുൻകരുതലുകൾ, എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു മുൻകരുതലുകൾ എടുക്കാനുള്ള ഒരു പരിശീലനം ആർക്ക് കൊടുക്കുക, അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുക. ആ രീതിയിൽ നമുക്ക് സേഫ് ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ പറയാണ് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് therefore includes protection of both the personnel and the environment from dangerous material. അപ്പോ ഒരു ലാബിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാല് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്തും കൂടിയാണ് മൊത്തത്തിൽ ആ ലാബിന്റെ എൻവിയോൺമെന്റിന്റെ ഒരു സേഫ്റ്റിയും കൂടിയാണ് അവിടെ കണക്കാക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അത് വേറൊന്നുമില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതായത് ലബോറട്ടറിയുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടായിരിക്കണം ഈ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. പിന്നെ ആ രീതിയിൽ നമുക്ക് കുറെ റിസ്കുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ ജീവനക്കാർക്ക് മുൻകരുതലുകളൊക്കെ എടുക്കാനുള്ള ഒരു ട്രെയിനിങ്, പരിശീലനം അവർക്ക് കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് സേഫ് ആവാനായിട്ട് പറ്റും. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ് കേട്ടോ. ഒരു ലാബിനകത്ത് ഉപയോഗിക്കുന്ന ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുകൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട സുരക്ഷാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓക്കെ എളുപ്പമാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഓൾ ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ദ ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായ പോളിസി പ്രൊസീജിയറുകളൊക്കെ ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പൊ ഓരോ ലാബിലെ ജീവനക്കാരും, ലാബില് പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാർക്കും ആ ഒരു ലാബിന്റെ സേഫ്റ്റിയെ പറ്റിയുള്ള പോളിസികളും പ്രൊസീജിയറുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിവ്, കൃത്യമായിട്ടുള്ള ധാരണ ഓരോ ആളുകൾക്കും, ഓരോ ജീവനക്കാർക്കും അവിടെ ഉണ്ടായിരിക്കണം. ധാരണ ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ സമയത്തും അതിനനുസരിച്ച് വേണം അവര് പ്രവർത്തിക്കാനായിട്ട്. അതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു സേഫ്റ്റി മെഷർ എന്ന് പറഞ്ഞാൽ ആ ലാബിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ ലാബിന്റെ സുരക്ഷയെ പറ്റിയുള്ള പോളിസികളും പ്രൊസീജിയറുകളെ പറ്റി കൃത്യമായിട്ടുള്ള അറിവ്, ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, അതിനനുസരിച്ച് അവർ ഓൾവേസ് പ്രവർത്തിക്കുകയും വേണം. അതാണ് ഒന്നാമത്തെ സേഫ്റ്റി മെഷർ. രണ്ടാമത്തത് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. അതായത് ഒരു ലാബിനകത്ത് യൂസ് ചെയ്യുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, മുൻകൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ആ ലാബിനകത്ത് എന്തെല്ലാം ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ലിസ്റ്റ്
എപ്പോഴും എന്ത് ചെയ്ത് വെക്കണം, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, പ്രിവെന്റീവ് മെഷേഴ്സുകൾ എടുക്കുന്നത് മുൻകൂട്ടി തന്നെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. എന്താണ് പറയുന്നത്? ഐ വാഷ് ഫെസിലിറ്റി, നമുക്ക് കണ്ണ് കഴുകാനുള്ള ഒരു ഫെസിലിറ്റി, അതും ഒരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റിയാണ്. സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലാബിനകത്ത് എന്തുണ്ടായിരിക്കണം, കണ്ണ് കഴുകാനുള്ള, വാഷ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഒരു എന്താ പറയാ ഏരിയ എവിടെ ഉണ്ടായിരിക്കണം, ലാബിനകത്ത് ഉണ്ടായിരിക്കണം. കാര്യം നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കണ്ണിലേക്ക് തെറിക്കോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വളരെ അപകടമാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഒരു ഐ വാഷിംഗ് ഫെസിലിറ്റി അത് ഒരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു സെപ്പറേറ്റ് ഫെസിലിറ്റി ആയിട്ട് തന്നെ ലാബിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ബയോഹസാർഡ് സിംബൽ should be used on all container or equipment that contains biodangerous materials. അതായത് ഈ പറയുന്ന ബയോഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, ബയോഡേഞ്ചറസ് അല്ലെങ്കിൽ ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മളുടെ ഈ സ്പെസിമെൻസ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുമല്ലോ, അങ്ങനെയുള്ളതാണ്. അതായത് ഈ ബയോളജിക്കൽ സ്പെസിമെൻ വേസ്റ്റുകളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ആവുന്നത്, ബ്ലഡ് ആയാലും യൂറിൻ ആയാലും എന്താണെങ്കിലും. അപ്പൊ അത്തരം ബയോളജിക്കൽ സ്പെസിമെന്റിന്റെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ ചില ടിഷ്യൂസുകളോ ചില സെല്ലുകളൊക്കെ അങ്ങനെ വരുമല്ലോ, സാമ്പിൾ ആയിട്ട് വരുമല്ലോ, അതിന്റെയൊക്കെ വേസ്റ്റുകൾ അങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ എന്താണ് ഉള്ള കണ്ടെയ്നറുകൾ, എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഇത് പഠിക്കാനുണ്ട് കേട്ടോ, സിംബലുകൾ പഠിക്കാനുണ്ട്. കണ്ടോ, ബയോ ഹസാർഡ് സിംബൽ, കാരണം അങ്ങനെ ഒരു സിംബൽ അവിടെ അത്യാവശ്യമാണ്. അത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് അതിനനുസരിച്ച് ഒരു പ്രിക്കോഷനോട് കൂടിയിട്ട് അവിടേക്ക് പോകാനായിട്ട് സാധിക്കും. സോ biohazard symbol should be used on all container or equipment that contains the biodangerous material. Okay, ഇതൊക്കെ സേഫ്റ്റി മെഷേഴ്സുകളാണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിംഗ് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ് എക്സെട്ര. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ലബോറട്ടറിയിലെ ജീവനക്കാർക്ക് ഈ പറയുന്ന ഒരു ട്രെയിനിങ്, പരിശീലനം കൊടുത്തിരിക്കണം. പെട്ടെന്ന് എന്തായാലും ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനും, അതുപോലെ ഇപ്പൊ നോൺ ഫയർ എമർജൻസീസ് ഉണ്ട് അല്ലെ, തീപിടുത്തം അല്ലാതെ വരുന്ന പല ലാബ് ആക്സിഡന്റ്സ് ഉണ്ട്. സ്പില്ലേജ് ഒക്കെ വരാം അല്ലെ, വാതക ചോർച്ചകൾ വരാം, ഗ്യാസ് ലീക്കേജ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം ലബോറട്ടറി ജീവനക്കാർക്ക് നൽകിയിരിക്കണം. ഓക്കെ, ഇതാണ് പറയുന്നത് കേട്ടോ. Laboratory personnel should be completely trained in managing fire and non-fire emergency like the large spillage, gas leakage, etc. Clear ആയല്ലോ? അടുത്തത്, ample fire extinguishers should be quickly available in the laboratory. അതുകൂടാതെ ലാബിനകത്ത് എന്താണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് അല്ലെ, അഗ്നിശമന എന്താ പറയാ ഉപകരണങ്ങള്, അതും ആവശ്യത്തിനനുസരിച്ച് എവിടെ ഉണ്ടായിരിക്കണം, ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ലാബാണ് പല പ്രശ്നങ്ങളും ഈ റിസ്കുകൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് അല്ലെ, അത് അഗ്നിശമന ഉപകരണങ്ങളൊക്കെ ലാബിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത്, ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് ഓർ ഇഞ്ചുറീസ് റെക്കോർഡ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കെപ്റ്റ് ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. അതായത് ഒരു ലാബിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻസിഡന്റ് ബുക്കിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഒരു ലാബിനകത്ത് ചിലപ്പോൾ സംഭവിക്കാവുന്ന ചില ആക്സിഡന്റ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഈ പറയുന്ന ജീവനക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അതിന്റെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അത് മാത്രമല്ല, ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതായത് ബന്ധപ്പെട്ട അധികാരി അല്ലെങ്കിൽ അതോറിറ്റീനെ അത് അറിയിക്കുകയും വേണം അല്ലെ. ലാബുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ജീവനക്കാർക്ക് എന്തെങ്കിലും ആക്സിഡന്റോ മറ്റേതെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ആരെ അറിയിച്ചിരിക്കണം, ബന്ധപ്പെട്ട അതോറിറ്റീനെ അറിയിച്ചിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ്, ഡു നോട്ട് ച്യൂ ഗം, ഡ്രിങ്ക്, സ്മോക്ക് ഓർ ഈറ്റ് വൈൽ വർക്കിംഗ് ഇൻ ദ ലാബ്. അതായത് ലാബില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്താണ് ചവയ്ക്കാനോ അങ്ങനെ വെള്ളം കുടിക്കാനോ സ്മോക്ക് ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല. വെരി നീറ്റ് ആയിട്ട് വേണം അവിടെ
ചെയ്യാനായിട്ട് കേട്ടോ. ലബോറട്ടറി ഗ്ലാസ്വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. അത് മാത്രമല്ല ലബോറട്ടറിയിലെ ഗ്ലാസ്വെയർസ് ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള പാത്രമോ ഗ്ലാസ്സോ ഒന്നും ആയിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതുപോലെ നമ്മൾ ലാബില് വർക്കിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ അതിന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യുകയോ വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം കേട്ടോ. അടുത്തത്, ഓൾവേസ് പുട്ട് ഓൺ suitable clothing, chemically resistant lab coats or aprons are suggested. എപ്പോഴും ലാബില് പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് അല്ലെ, അവരുടെ ആ ഒരു വ്യക്തിഗത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ, ആപ്രൻസ് ഒക്കെ ധരിക്കുക. ആപ്രൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ അടുക്കളയിൽ ഇങ്ങനെ കെട്ടുന്ന സംഭവം, അതാണ് കേട്ടോ ആപ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആപ്രൻസ് പിന്നെ കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടിങ്ങളൊക്കെ ഇപ്പോഴും ധരിച്ചുകൊണ്ടായിരിക്കണം ലാബിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാഫ്റ്റ്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. എന്താണ് ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാഫ്റ്റ്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അങ്ങേയറ്റത്ത് കെയർ കൊടുക്കുന്നത്, ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. നീഡിൽസ് ആയിക്കോട്ടെ, സിറിഞ്ചുകളായിക്കോട്ടെ, മറ്റുള്ള ഷാർപ്പുകൾ അല്ലെ, അതൊക്കെ നമ്മൾ ലാബിനകത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ അങ്ങനെയുള്ളത് കൈകാര്യം ചെയ്യാം കേട്ടോ. അവർക്ക് മുറിവ് വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, കമ്പൽസറി ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സെക്യൂർഡ് ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് നോക്ക്ഡ് ഓവർ. അതുപോലെ തന്നെ കംപ്രസറി ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അത് വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട്. വളരെ സെക്യൂർഡ് ആയിട്ട് വേണം അത് സൂക്ഷിക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് നോക്ക്ഡ് ഓവർ. ഇപ്പം ഗ്യാസ് വല്ലതും പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കംപ്രസറി ഗ്യാസ് സിലിണ്ടറുകളൊക്കെ അതീവ സുരക്ഷയോടുകൂടി വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻ ദ കെയർ അല്ല കേട്ടോ, കേസ് എന്നാണ് വരാം കേട്ടോ. കേസ് കേട്ടോ, CASE കേട്ടോ, അങ്ങനെയാണ് കേട്ടോ. കെയർ അല്ല, കേസ് എന്നാണ്. എന്നിട്ട് ഇങ്ങനെ വായിക്കാം. ഇൻ ദ കേസ് ഓഫ് എ കെമിക്കൽ സ്പ്ലാഷിംഗ് ടു യുവർ ഐസ് ഓർ ഓൺ യുവർ സ്കിൻ, immediately flush the affected area with running water for at least 20 minutes. That means eye wash facility. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കെമിക്കൽസ് നമ്മുടെ കണ്ണിലേക്ക് കണ്ണിലേക്ക് തെറിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലോട്ട് തെറിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഉടനടി തന്നെ അഫക്റ്റഡ് ഏരിയ നമ്മൾ റണ്ണിങ് വാട്ടറിൽ കേട്ടോ, റണ്ണിങ് വാട്ടറിൽ 20 മിനിറ്റ് തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കഴുകുക. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഐ വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി എന്നും പറഞ്ഞില്ലേ. അപ്പൊ ഒരു ഐ വാഷ് ഫെസിലിറ്റി എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം എടുക്കേണ്ട സേഫ്റ്റി മെഷർ ഇത്രയേ ഉള്ളൂ. എല്ലാ ജീവനക്കാരും നിർബന്ധമായിട്ടും ആ ലബോറട്ടറി പോളിസികളെ പ്രൊസീജിയറിനെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കണം. അതിനനുസരിച്ച് ഒരു ഓർഡേഴ്സ് പ്രവർത്തിക്കാൻ വേണം. അതുപോലെ തന്നെ ആ ഒരു ലാബിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഡേഞ്ചറസ് മെറ്റീരിയലുകളുടെ ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ കണ്ണ് കഴുകാനുള്ള ഒരു ഐ വാഷ് ഫെസിലിറ്റി, അതും ഒരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ലാബിനകത്ത് ഒരു സെപ്പറേറ്റ് ഫെസിലിറ്റി ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ബയോ ഫസാഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ കൃത്യമായിട്ട് ഒരു ബയോ ഫസാഡ് സിംബൽ അവിടെ ഉപയോഗിച്ചുകൊണ്ട് അത് മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മറ്റേ പേഴ്സണൽസിനാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് തീപിടുത്തുണ്ടായാലും അല്ലെങ്കിൽ വല്ല സ്പില്ലേജ് ചോർച്ചകളൊക്കെ സംഭവിക്കുന്ന തരത്തിലുള്ള അപകടങ്ങള് നേരിടുന്നതിനുള്ളൊരു പരിശീലനം അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ലാബിന് ആവശ്യത്തിനനുസരിച്ചുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഒരുക്കി വെക്കുക. പിന്നെ ലാബിനകത്ത് ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും ആക്സിഡന്റോ ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിനെ അറിയിച്ചിരിക്കണം. പിന്നെ നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ചവയ്ക്കാനോ കുടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല. എപ്പോഴും ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു വ്യക്തിഗത സുരക്ഷയ്ക്കായിട്ട് കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ, ആപ്രൻസ് ഒക്കെ ധരിക്കുക. അതുപോലെ തന്നെ നീഡിൽസ്, സിറിഞ്ചുകള്, മറ്റുള്ള ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അതീവ ശ്രദ്ധയോട്, അറ്റ്മോസ്റ്റ് കെയർ ആയിട്ട് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഉപയോഗിക്കാം. കംപ്രസറി ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് വളരെ സെക്യൂർഡ് ആയിട്ട്
പ്ലേസ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഐ വാഷ് ഫെസിലിറ്റി ആണ് അല്ലെ, കെമിക്കൽസ് തെറിക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിലാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ റണ്ണിങ് വാട്ടറിൽ 20 മിനിറ്റ്സ് നല്ലപോലെ വാഷ് ചെയ്യാം കേട്ടോ. അതാണ് ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പോയി എല്ലാവരും ഉറക്കം വന്നോ? ഉറക്കം വരികയാണോ നിങ്ങൾക്ക്? അടുത്ത നമുക്ക് സിംബൽസ് നോക്കിക്കോട്ടോ. ഈ സിംബൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു സിംബൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് എന്തിന്റെ സിംബൽ ആണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. സയൻസ് ആൻഡ് കുറേയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൈനുകളും സിംബൽസും ആണ് ചിത്രമടക്കം നമുക്ക് കൊടുത്തിട്ടുണ്ട്. To reduce accidents in the laboratory, it has been made compulsory to use the signs and symbols in the laboratory. Okay. ഇങ്ങനെയുള്ള സിംബലുകൾ നമ്മൾ നോക്കണം. ഓരോന്ന് നോക്കുക കേട്ടോ. ഓരോന്നൊക്കെ നോക്കി വെക്കാം. സിംബൽ തന്നിട്ട് ചോദിക്കൂ കേട്ടോ. എന്തിന്റെ സിംബൽ ആണെന്ന് ചോദിക്കുന്നു. ഡേഞ്ചർ, ഇൻഫ്ലേമബിൾ, അതുപോലെ തന്നെ കണ്ടോ ഹാർംഫുൾ. പിന്നെ കൊറോസീവ് ആയിട്ടുള്ളത്, കൊറോസീവ് എന്ന് വെച്ചാൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത്, ആസിഡ്, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ആസിഡ് മൂലം ഉണ്ടാകുന്ന പൊള്ളലുകൾ കൊറോസീവ് ആയിട്ടുള്ള ഹാർംഫുൾ ആയിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. കൊറോസീവ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പോയിസൺ. ഓക്കെ. പിന്നെ റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ. ബയോ ഹസാർഡ്, ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സിംബൽ ആണ് കേട്ടോ ബയോ ഹസാർഡിന്റെ സിംബല്. പിന്നെ റേഡിയേഷൻ ഹസാർഡ്. ഓക്കെ, റേഡിയേഷൻ ഹസാർഡ് സിംബൽ നോക്കുക. പിന്നെ വിയർ ഗ്ലൗസ് അറിയാലോ. പിന്നെ ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ഇതറിയാലോ നിങ്ങൾക്ക്. നോ സ്മോക്കിംഗ് ഇഷ്ടംപോലെ അടുത്ത് കാണിക്കാം. ഓക്കെ, ഈ പറയുന്ന സിംബൽസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കി വെക്കാം. ഓക്കെ, പഠിക്കണം കേട്ടാ. അടുത്തത് ഏറ്റവും ഒടുവിലത്തോട്ട് നമ്മൾ പോവാണ്. ഇതില് കുറച്ച് പോയിന്റ്, 5 പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നോക്കാം. What responsibilities are common for lab manager jobs? നമുക്ക് ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്തായാലും പഠിക്കാനുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം ലാബിലെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ആ ഒരു ലാബ് മാനേജർക്കായിരിക്കും. സോ ആ ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ആണ് ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെ. ആ ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെ. അതിന്റെ ആ ഒരു ക്വാളിറ്റി, ലാബിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാം അടങ്ങുന്നതാണ്. ലാബിന്റെ ക്വാളിറ്റി, അവിടെ കൊടുക്കുന്ന സേവനങ്ങള്, അവിടുത്തെ ജീവനക്കാരുടെ എഫിഷ്യൻസി, ഇതെല്ലാം അടങ്ങുന്നതാണ്. എന്ത്? സമയത്തിന് റിസൾട്ട് കൊടുക്കുക, കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക, ഇതെല്ലാം അടങ്ങുന്നതാണ് ആ ലബോറട്ടറിയുടെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുക. അതൊരു ലാബ് മാനേജറുടെ ഉത്തരവാദിത്തം. എന്ന് പറഞ്ഞാല് ആ ഒരു ലാബ് മാനേജർ എന്താണ്? ലബോറട്ടറിയുടെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക, എക്സിക്യൂട്ട് ചെയ്യുക, കൃത്യമായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, അതിന് നേതൃത്വം വഹിക്കുക കേട്ടോ, സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. കോൺടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ്. അതായത് ആവശ്യമുള്ള സമയത്ത് ഈ പറയുന്ന നഴ്സിംഗ് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ഒരു ലാബാണ്, സ്വാഭാവികമായിട്ടും രോഗികളുടെ സ്പെസിമെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? നഴ്സിംഗ് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിട്ട് വരും. ആവശ്യമുള്ള സമയങ്ങളിൽ നഴ്സിംഗ് മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ അല്ലെ. ഇവിടുത്തെ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞ എന്താണ്? ലാബ് തന്നെയാണ് അല്ലെ. ഈ ലബോറട്ടറി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയറുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. അതായത് ഉത്തരവാദിത്തമാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അത് കൂടാതെ ആ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ടെക്നിക്കൽ ആയിട്ടുള്ള
വശങ്ങളും അതുപോലെ തന്നെ ജീവനക്കാരുടെ ആ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് അസസ് ചെയ്യുക, കൃത്യമായിട്ട് വിലയിരുത്തുക, നിരീക്ഷിക്കുക, ട്രാക്ക് ചെയ്യുക എന്നുള്ളതും ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെ എന്താണ്? അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയതും അതുപോലെ തന്നെ നിലവിലുള്ളതുമായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന് ഓൺ സൈറ്റ് ട്രെയിനിങ്. ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് അതിനുവേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അല്ലെ? പ്രത്യേകിച്ച് ലാബിന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ എന്ത് വേണം? ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കണം. അപ്പൊ പുതിയതായിട്ട് വന്ന സ്റ്റാഫുകളായിക്കോട്ടെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വേണ്ട ഓൺ സൈറ്റ് ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുക കേട്ടോ. ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭ്യമാക്കുക. ഓക്കെ, ഈ 5 പോയിന്റ് അവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് സിമ്പിൾ ഞാൻ പറഞ്ഞു. ലാസ്റ്റ് സിമ്പിൾ എന്താ? ലാസ്റ്റ് ആണോ? ലാസ്റ്റ് നോ സ്മോക്കിംഗ്. നോ സ്മോക്കിംഗ് കണ്ടിട്ടില്ലേ ഈ സിമ്പിള്? നോ സ്മോക്കിംഗ് തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോ കണ്ടിട്ടില്ലേ ഈ സംഭവം? നോ സ്മോക്കിംഗ്. സ്മോക്ക് ചെയ്യാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല. ഓക്കെ, തേർഡ് പോയിന്റ്. കാലിബ്രേഷൻ എന്താണ്? കാലിബ്രേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണങ്ങളുടെ കൃത്യത പരിശോധിക്കാം. ഉപകരണങ്ങളുടെ കൃത്യത പരിശോധിക്കാം കേട്ടോ. കൊറോസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാശനഷ്ടം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ളത് കേട്ടോ. കൊറോസീവ് ആയിട്ട് ഇപ്പൊ നമുക്ക് ആ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആസിഡ് കയ്യിലോട്ട് വീണുള്ള ഒരു പൊള്ളലിന്റെ ഒരു സിമ്പലാണ് അവിടെ. അതാണ് കൊറോസീവ്. നമുക്ക് ഹാനികരമാകും, പ്രത്യേകിച്ച് ഹ്യൂമൻസിന്, മനുഷ്യർക്ക് ഹാർംഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതാണ് കേട്ടോ കൊറോസീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയിൽ 4th പോയിന്റ്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക കേട്ടോ. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാല് നടപ്പിലാക്കുക കേട്ടോ. 4th പോയിന്റ് അല്ലെ ഇതിലെ റെസ്പോൺസിബിലിറ്റി 4th പോയിന്റ് ഇതാണ്. അസസ്, ഒബ്സർവ്, എന്ത് ഇത് നോക്ക് 4ാമത്തെ പോയിന്റ് കേട്ടോ. അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതായത് ലാബിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ജീവനക്കാരുണ്ടാവില്ലേ, അവരുടെ പ്രകടനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുക. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുക, അവരെ മോണിറ്റർ ചെയ്യുക, അവരെ നിരീക്ഷിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതായത് സാങ്കേതികപരമായിട്ട് അല്ലാതെയുള്ള എംപ്ലോയീസുകൾ ഉണ്ടാവുമല്ലോ ലാബിനകത്ത്. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു പെർഫോമൻസുകൾ കൃത്യമായിട്ട് വിലയിരുത്തി അത് നിരീക്ഷിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ അതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി ആരാണ്? അവിടുത്തെ ലാബ് മാനേജറാണ്. ഓക്കെ, ആരാണ് തേർഡ് പോയിന്റിന്റെ കാര്യം പറയുന്നത്? തേർഡ് പോയിന്റ് ഏതാ? ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏരിയ ഏതാണ്? ലാബാണ് അല്ലെ. ലാബ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസികളും പ്രൊസീജിയറുകളും കൃത്യമായിട്ട് നടപ്പിലാക്കുക. നമ്മൾ പഠിച്ചില്ലേ ലാബിന്റെ പോളിസിയും പ്രൊസീജിയറുകളൊക്കെ നമ്മൾ കണ്ടില്ലേ? ആ നയങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ലാബ് മാനേജർ. ആ പോളിസികളും പ്രൊസീജിയറുകളും കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കിയാൽ മാത്രമാണ് ലാബിന്റെ ഫങ്ഷൻസ് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ അല്ലെ. പിന്നെ ആരാണ് ചോദിച്ചത് 1ഉം 2ഉം മൊഡ്യൂൾ എക്സാം മിക്സ് ചെയ്തിട്ടാണോ വരുന്നത്? അതെ, മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. മോഡൽ എക്സാമിന് മിക്സ് ആയിട്ടാണ് വരിക. 1, 2 മൊഡ്യൂളിലെ ടോട്ടൽ ചാപ്റ്റേഴ്സ് ആണ് മോഡൽ എക്സാമിന് വരിക. മെയിൻ എക്സാമിന് അങ്ങനെയല്ല കേട്ടോ. മെയിൻ എക്സാമിന് അങ്ങനെയല്ല. ഫസ്റ്റ് മൊഡ്യൂളിലെ മാത്രം ഒരു എക്സാം, സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു എക്സാം, തേർഡ്, ഫോർത്ത് അങ്ങനെ സെപ്പറേറ്റ് എക്സാം. മെയിൻ എക്സാം. ഓക്കെ, മൊഡ്യൂൾ എക്സാം മോഡൽ നടക്കുമല്ലോ, അത് 1ഉം 2ഉം കൂടി ചേർന്നിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഉണ്ടാവുക എക്സാം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ എക്സാം വരും കേട്ടോ. ഓക്കെ, 120 കേട്ടോ. 120 മാർക്കിനാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. 1 ചേഞ്ച്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാം അല്ല ലക്ഷ്യം അത്
രണ്ടാമത്തെ ലൈനിലില്ലേ മൂന്നാമത്തെ സിമ്പൽ ഏതായിരുന്നു എന്ന് അറിയാൻ വേണ്ടിട്ട്. മൂന്നാമത്തെ ബയോ ഹസാർഡ് എന്താ ലൈൻ ഹസാർഡ് മൂന്നാമത്തെ മറ്റേ ചോർന്ന റെഡ് ബയോ ഹസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബയോളജിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അതായത് ഈ ലാബിനകത്തേക്ക് കൊണ്ടുവരുന്ന ബയോളജിക്കൽ സ്പെസിമെൻസ്, ബ്ലഡ്, യൂറിൻ, കഫം, മലം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ ടെസ്റ്റ് കഴിയുമ്പോൾ അത് വേസ്റ്റ് ആവില്ലേ? വേസ്റ്റ് വരില്ലേ അതിന്റെയൊക്കെ? ഇതൊക്കെയാണ് ബയോ ഹസാർഡ് കേട്ടോ. ഓക്കെ. ഇനി പറയുന്ന നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ഏരിയകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ബയോളജിക്കലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ബയോ ഹസാർഡ് വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.